ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് നമുക്ക് കുറച്ച് പച്ച മങ്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ മങ്കട എന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. വെട്ടുന്നേ ഒന്ന് കാണിക്കാവേ. എല്ലാവർക്കും അറിയാമായിരിക്കും, ചിലർക്കൊക്കെ അറിയാൻ പാടില്ലാത്തവരും കാണുമല്ലോ. അവിടെ പണിയായുധമൊക്കെ എടുത്ത് ചെയ്യാം. എടീ, ഈ ഫോൺ വെക്കുന്ന സ്റ്റിക്കിൻ്റെ വലുതല്ല കേട്ടോ. പിന്നെ ഒരു മണ്ടത്തരം ചെയ്താൽ കഥ അങ്ങ് തുറന്നിടേണ്ടതായിരുന്നു. വെട്ടക്കുറവുണ്ടല്ലേ. ആ സൈഡ് കണ്ടോ? ആ സൈഡ് ആദ്യം നമ്മളിങ്ങനെ ചെത്തിയെടുക്കണം. ഭയങ്കര കട്ടിയുള്ള തൊലിയാണ്. വലിയ കഷ്ടപ്പാടുള്ളൊരു മീൻ വെട്ടാണ്. ആ സൈഡ് ഇങ്ങനെ നല്ല മൂർച്ചയുള്ള പിച്ചാത്തി വേണം ചെയ്യണമെങ്കിൽ. എന്താ ഇങ്ങനെ അരം വെച്ച് രണ്ട് വശം അങ്ങനെ നല്ല ശരിക്കുക. കത്രികയുണ്ട്, നല്ല മൂർച്ചയുള്ള കത്രികയുണ്ട്, അതും ചെയ്യേണ്ടത്. മൂർച്ചയില്ലാത്ത കത്രിക കൊണ്ടാട്ടോ ചെത്തിയിട്ട് എൻ്റെ ആ ചകള ഭാഗത്തുള്ള രണ്ട് ചിറകുണ്ടല്ലോ, അതിങ്ങനെ വെട്ടിയെടുത്തിട്ട് ഇത് പെട്ടെന്ന് ചെയ്യാം. പക്ഷേ അത് അറിഞ്ഞിരിക്കണം, അല്ലാത്തവർ കിടന്ന് പാടുപെടും. ഇത് അവിടുന്ന് നമുക്കൊന്ന് കുത്തി അതിൻ്റെ ആ പുറം തൂലി അങ്ങ് കുത്തിയെടുത്താൽ വലിച്ചൊറ്റ എടുപ്പിനെ എടുക്കാം. പക്ഷെ നല്ല ബലം വേണം കേട്ടോ. ജിമ്മായിരിക്കണം നമ്മൾ. വലിച്ച് ഒരുവിധം വലിച്ചെടുത്ത് ചിലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടാറുള്ളൂ. എങ്കിലും എനിക്കിപ്പോൾ ഇത് ശീലമായി പോയി. ആദ്യമൊക്കെ കുറേ ആലോചിച്ചിരുന്നിട്ടുണ്ട് ഇത് എന്തോ ചെയ്യാനാണെന്ന് ഓർത്ത്. വലിച്ചെടുക്കാം. കുറേയൊക്കെ തൊലി നമ്മൾ വലിക്കുന്ന കൂട്ടത്തിൽ പോരും. പിന്നെയുള്ളത് നമ്മൾ പിച്ചി കളയണണ്ട. അതിപ്പോൾ അരമെന്ന് പറയുന്നത് ഭയങ്കര ഒരര വേണ്ട, കട്ടിയാണ് വേണ്ട. കൈവേനയാണ് വൈകുന്നേരം ആകുമ്പോൾ. ഇനി നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ തല അങ്ങോട്ട് അറുത്ത് വേണേൽ തല നമുക്ക് ആദ്യം ഇങ്ങനെ വെട്ടി മാറ്റാം കേട്ടോ. ഈ തൊലി പൊളിച്ച് കഴിഞ്ഞ് ഞാനത് നിർത്തിക്കൊണ്ടങ്ങ് ചകളയൊക്കെ വെട്ടിയെടുക്കുക കേട്ടോ. അതെ, ഞാൻ ഈ കഥ എപ്പോഴും അടച്ചിട്ട് പിള്ളേർ സ്കൂളിലും ജോലിക്കൊക്കെ പോയാൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഥ ഇങ്ങനെ അടച്ച് ഇട്ടേക്കും ഫുൾ. അപ്പോൾ അതങ്ങ് ശ്രദ്ധിച്ചില്ല. അതിൻ്റെ അകത്തെ വേസ്റ്റൊക്കെ നമ്മൾ കളഞ്ഞ് മുളകി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ കറി വെക്കുന്ന വീഡിയോ പുറകിനിടാം. നല്ല പച്ചയായതുകൊണ്ടേ ഇതൊരിച്ചിരി ഉടവാണെങ്കിൽ ഈ തൊലി അങ്ങ് വരത്തില്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഐസാകുമ്പോൾ എടുത്ത് നമ്മളൊന്ന് മീൻ വെട്ടിയാൽ മതി. പെട്ടെന്ന് അത് തൊലി ഉരിഞ്ഞ് പോരും കേട്ടോ. അല്ലേ വലിയ പാടാണ്. ഞാൻ വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ മിനുക്ക് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ വലിച്ച് കുറച്ചൊക്കെ കളയണം. ഒരു പാടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ തൊലി പൊളിക്കുന്ന മീൻ മേടിച്ചാൽ അധികം വിഷം കാണത്തില്ല കേട്ടോ. മീൻ എന്നുവെച്ചാൽ വിദേശത്തുള്ളവരെല്ലാം എല്ലാ മീനും തൊലി പൊളിച്ചേ അവരെടുക്കത്തുള്ളൂ. മത്തി ഉൾപ്പെടെ തൊലി പൊളിച്ചാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലേ, ഇത് നമ്മൾ തൊലി പൊളിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് മനസ്സുറപ്പിച്ചങ്ങ് കൂട്ടാം. ഇത് ക്ലീൻ ഇനിയുണ്ട്, അത് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളൊക്കെ അത് മുറിക്കുമ്പോൾ നല്ലപോലെ ക്ലീൻ ചെയ്യും. എന്നാലും വെട്ടുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ. ഞാൻ ഈ ഫോണേ ഇനി അങ്ങ് ഓഫ് ചെയ്യണം. ഞാനിവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഇതിൻ്റെ സ്റ്റിക്ക് ഇരിപ്പുണ്ട്, അത് വെച്ച് ഞാൻ കുത്തി അങ്ങോട്ട് ഓഫ് ചെയ്യുക കേട്ടോ. കൈവച്ചല്ല. ഇത് നമുക്ക് മീൻ വെട്ടിയെല്ലാം തേച്ച് കഴുകിയെടുത്ത് കണ്ട. ഇനി ഒരു അല്പം ഉപ്പ്, ഞാൻ വിനാഗിരിയിലും കഴുകുക കേട്ടോ. ഇനി അല്പം ഡെയിലി ചെയ്യുന്ന പോലെ ചെയ്യാതിരുന്ന പറ്റത്തില്ല. ഇപ്പോൾ ഉപ്പും മഞ്ഞളൊക്കെ കൊടുത്തത് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്കത് വെക്കാം. ഹായ്, ടാറ്റാ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നീ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി കറി വെക്കുന്ന വീഡിയോ ആയിട്ട് പുറകിന് വരാം. ടാറ്റാ.